അടുത്തൊരു ചോദ്യം മൂന്ന് പേർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ജൻ ഔഷധി മരുന്നുകൾ ഫലപ്രദമാണോ? ഇതാണ് നമുക്കിപ്പോൾ ലഭിച്ച ഒരു ചോദ്യം. പൊതുവിൽ ജനറിക് മരുന്നുകളെക്കുറിച്ച് കൂടി ഉദ്ദേശിക്കുന്നൊരു ചോദ്യമാണ്. ജൻ ഔഷധി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ജനൌഷധി മരുന്നുകളും മറ്റ് മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞുതരാം. ജനൌഷധി മരുന്നുകൾ ഒരുപാട് കമ്പനികൾ പല പല ഫാക്ടറികളിലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ജനൌഷധി എന്നൊരു ബ്രാൻഡാക്കിയിട്ട് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഫാക്ടറികളിൽ പലതരം ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ നമ്മൾ ബേസിക് സാധനങ്ങൾ നമ്മൾ ചിലത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചിലത് ഇന്ത്യയിൽ തന്നെ വാങ്ങിക്കുന്നുണ്ട്. അതന്നെ പല പല കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട് ബേസിക് ഇൻഗ്രീഡിയൻസ്. ആ ബേസിക് ഇൻഗ്രീഡിയൻസിൽ ഒരുപാട് കലർപ്പുകൾ ഉണ്ടാവാം. ആ കലർപ്പുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആ മരുന്ന് കറക്റ്റ് 100 മില്ലിഗ്രാമിന് 100 മില്ലിഗ്രാം തന്നെ ആക്കിയിട്ട് അത് പാക്കേജ് ചെയ്ത് കൊടുക്കുന്നു. അത് ജനൌഷധി എന്ന ബ്രാൻഡായിട്ട് വരുമ്പോൾ ഒരുപാട് ഫാക്ടറികളിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് വരുന്നത്. ഞാൻ ഒരു ഫിസിഷ്യനാണ്. എൻ്റെ ഒരു കലയിൽ എൻ്റെ ഒരു അനക്ഡോട്ടൽ പഠനമല്ല, അനക്ഡോട്ടൽ അനുഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ ഡയബറ്റീസിനും തൈറോയിഡിൻ്റെയൊക്കെ മരുന്നുകൾ പലപ്പോഴും ക്വാളിറ്റി കുറവായിട്ടാണ് തോന്നുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മരുന്ന് നമ്മൾ ബ്രാൻഡഡ് അല്ലാതെ ജനൌഷധിയിലേക്ക് മാറുമ്പോൾ അവരുടെ ബ്ലഡ് ഷുഗർ കൂടുന്നു, TSH കൂടുന്നു. അങ്ങനെയാണ് നമ്മുടെ അനക്ഡോട്ടൽ. ചില പഠനങ്ങൾ രണ്ടും ഈക്വലാണെന്ന് കണ്ടിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്തൊരു രോഗി ചോദിക്കുമ്പോൾ, സാർ ഡോക്ടർ ജനൌഷധി വാങ്ങിച്ചോട്ടെ, ഞാൻ പറഞ്ഞു ശരി നമുക്കൊരു പരീക്ഷണം നടത്താം. നിങ്ങളിപ്പോൾ ഒരു 3 മാസമായിട്ട് പേറ്റൻറ്റ് സാധനം അല്ലെങ്കിൽ ജനറിക് അല്ലാത്തതാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ HbA1c ഹീമോഗ്ലോബിൻ A1c ഷുഗറിൻ്റെ കൺട്രോളാണ്, ഇത്രയാണ് 7 ആണ്. TSH 2.5 ആണ്. ഓക്കെ, 3 മാസം കൃത്യമായിട്ട് ജനൌഷധി കഴിക്കൂ, 3 മാസം കഴിഞ്ഞിട്ട് വരും, നമുക്ക് നോക്കാമെന്ന് പറയും. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക്, ഒരു പകുതി ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവാറില്ല, പകുതി ആളുകളുടെ കൺട്രോൾ പോകാറുണ്ട്. അപ്പോൾ ആ കൺട്രോൾ പോയാൽ അവരോട് ഞാൻ പറയും, എന്നാൽ ശരി നമുക്ക് ഇത് ശരിയാവുന്നില്ല, നിങ്ങൾക്ക് മാറ്റാമെന്ന് പറയും. അതുകൊണ്ട് ഒരു വലിയൊരു സ്റ്റഡി നടത്താതെ നമുക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു സ്റ്റഡിയായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല, പത്രങ്ങളിൽ കണ്ട ഒരു സ്റ്റഡിയാണ്. സാധാരണ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്ത് എവിഡൻസും വരേണ്ടത് ശാസ്ത്രീയ ജേണലിലാണ്, പിയർ റിവ്യൂഡ് ജേണലാണ്, പത്രങ്ങളിലല്ല. നമ്മളിപ്പോൾ ഈ കപട ചികിത്സകരെ കുറിച്ച് പറയാം, അവരുടെ ചികിത്സ മുഴുവൻ പത്രങ്ങളിലാണ് വരിക, സയൻറ്റിഫിക് ജേണലല്ല വരിക. അപ്പോൾ സയൻറ്റിഫിക് ജേണലിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടി അഭിപ്രായം പറയാം. ഞാൻ ഈ പറഞ്ഞ അനക്ഡോട്ടൽ മാത്രമാണ്. ജനൌഷധി ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷനാണ്. സിറിയക് അബി ഫിലിപ്സിൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു സ്റ്റഡി ആയിട്ടൊരു സയൻറ്റിഫിക് ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല, പത്രത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതെ, അപ്പോൾ പബ്ലിഷ് ചെയ്താൽ അതൊരു പിയർ റിവ്യൂ എന്ന് പറയും. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ എല്ലാവരും അതിനെക്കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്നും അറിയില്ല. പത്രത്തിൽ കണ്ടിട്ട് നമുക്കൊരു സ്റ്റഡിയെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ എൻ്റെ അനക്ഡോട്ടലാണ്, ഞാൻ പറഞ്ഞല്ലോ അനക്ഡോട്ടൽ. എനിക്കൊരു അനക്ഡോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു 20 പേഷ്യൻറ്റിൻ്റെ കഥ ഇന്ത്യയിലുണ്ട്. ഓക്കെ, 20 പേർക്ക് ഗുണം കിട്ടിയിട്ടില്ല എന്നും, എന്നാൽ പ്രശ്നമില്ലാത്തവരുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടുമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ചാൻസ് എടുക്കലാണ്. ബിക്കോസ് അത് പലതരം ക്വാളിറ്റിയുള്ള മരുന്നുകളാണ് ജനൌഷധിയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എഗെയിൻ അതിനെക്കുറിച്ച് സയൻറ്റിഫിക് സ്റ്റഡി വരാതെ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. സിറിയക് അബി ഫിലിപ്സിൻ്റെ സ്റ്റഡി ഒരു നല്ലൊരു ജേണലിൽ വരട്ടെ, അത് നമുക്ക് പഠിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. മറ്റൊരു ചോദ്യം, നമ്മൾ ഈ മരുന്ന് പരീക്ഷണങ്ങളെ സംബന്ധിച്ച് ധാരാളം അഭ്യൂഹങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഈ മരുന്ന് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു കുഴപ്പമാണോ, ഒരു പ്രശ്നമാണോ? ഈ 2ാം ലോകയുദ്ധത്തിന് ശേഷം മരുന്ന് പരീക്ഷണങ്ങളിൽ കൂടി മാത്രമേ പുതിയ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് നിർബന്ധിതമായിട്ട് അങ്ങനെയാണ്. അതിന് പക്ഷേ കുറേ തത്വങ്ങളൊക്കെ ഉണ്ട്. 51-ൽ ഹെൽസിങ്കി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സിസ്റ്റം അതിന് വന്നിട്ടുണ്ട്. അതനുസരിച്ച് പരീക്ഷണത്തിൽ പങ്കാളികളാകുന്ന ആൾക്കാരൊക്കെ അവരുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി മാത്രമാണ് ഉൾപ്പെടുന്നത്. അതിനുവേണ്ടി അതിൻ്റെ സമ്മതപത്രം സാധാരണഗതി രോഗം ചികിത്സിക്കുന്ന മാതിരിയല്ല. അതിന് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത് അണ്ടർ വീഡിയോ ഒക്കെ എടുക്കണം എന്നാണ്, കൺസെൻറ്റ് എടുക്കണം. അങ്ങനെ എടുക്കുന്ന ആൾക്കാരാണ് മരുന്ന് പരീക്ഷണത്തിൽ ചേരുന്നത്. പ്രത്യേകിച്ചും അപൂർവമായിട്ട് വരുന്ന രോഗങ്ങൾക്ക് മരുന്ന് പരീക്ഷണത്തിൽ കൂടി മാത്രമേ പുതിയ മരുന്നുകൾ കിട്ടുകയുള്ളൂ. ഒരുപാട് രോഗങ്ങൾ അപൂർവമാണ്. നമ്മളിപ്പോൾ പനി എന്നൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ എല്ലാവർക്കും വരും. അതേസമയം ചില ടൈപ്പ് മയോപ്പതി, ചില സ്പൈനൽ മസ്കുലർ ആട്രോഫി, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ അപൂർവമായിട്ട് വരുന്നതാണ്. ചില ടൈപ്പ് ക്യാൻസറുകൾ, ഇതൊക്കെ വളരെ അപൂർവമാണ്. അതായത് 100,000-ൽ ഒരാളിന് പോലും വരത്തില്ല. അങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷണം നടത്തി അതിന് പറ്റുന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കണം.
ഈ മരുന്ന് പരീക്ഷണം അത്ര എളുപ്പമൊന്നുമല്ല, വളരെയധികം പണച്ചെലവുള്ളതാണ്. ഒന്ന് ഇൻഫോംഡ് കൺസെൻറ്റ് എടുക്കും. ആ കൺസെൻറ്റ് എടുത്തിട്ട് ആൾക്കാർക്ക് വില്ലിംഗ് ആയിട്ട് മാത്രമാണ് അതിൽ ചേരുന്നത്. ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം പേഷ്യൻറ്റിന്, ഈ സ്റ്റഡി പാർട്ടിസിപ്പൻറ്റിന് എല്ലാ സമയത്തും ഉണ്ട്. കാരണം ബോധിപ്പിക്കാതെ എക്സിറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റഡിയിൽ നിന്നും പുറത്തു വരാൻ പറ്റും, എന്ത് സംശയം ഉണ്ടെങ്കിലും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇമാതിരിയുള്ള മരുന്ന് പരീക്ഷണം ഗൗരവമായിട്ടുള്ള പഠനങ്ങളിലൊക്കെ കഴിയുന്നിടത്തോളം പേര് പങ്കാളികളാകണം എന്നാണ് ഞാൻ പറയുന്നത്. സയൻസിന് അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് മരുന്നിൽ മാത്രമല്ല പരീക്ഷണം നടത്തുന്നത്. ഈ കാറിൻ്റെ സീറ്റ് ബെൽറ്റ് അങ്ങനെ പരീക്ഷണം നടത്തുകയാണെന്ന് നിങ്ങൾക്ക് അറിയാവുമെന്ന് അറിഞ്ഞുകൂടാ. സീറ്റ് ബെൽറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്ന സീറ്റ് ബെൽറ്റ്. അത് ഒരു സ്റ്റാൻഡേർഡ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സൈസ് വെച്ചിട്ടൊക്കെയാണ് സീറ്റ് ബെൽറ്റിൻ്റെ ക്രാഷ് ടെസ്റ്റുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതേ കാരണം കൊണ്ട് തന്നെ അതിനൊരു ഇപ്പം ഭയം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്, അതിൻ്റെ ഒരു പാർശ്വഫലം ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ. അതെന്താണെന്നറിയാമോ? ഈ സീറ്റ് ബെൽറ്റിൽ വച്ചേക്കുന്ന ഡമ്മി മോഡലൊക്കെ ആളുകളെയും ഡമ്മിയുമായിട്ടും ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ യൂറോപ്പിലുള്ള ഒരു സ്റ്റാൻഡേർഡ് മെയിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സൈസിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് ഫീമെയിൽ ഹ്യൂമൻ ബീയിങ് ശകലം കൂടെ ചെറുതാണ്. അത് കാരണം അവർക്ക് ഇതിൻ്റെ ക്രാഷ് വരുമ്പോഴുള്ള ഇമ്പാക്റ്റ് ശകലം മാറും. അതുകൊണ്ട് ക്രാഷ് സമയത്ത് കൂടുതൽ സ്ത്രീകൾക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളുടെ ഇഞ്ചുറി പുരുഷന്മാർക്കുള്ള ഇഞ്ചുറിയേക്കാളും ശകലം കൂടെ കൂടുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാൻ കഴിയുന്നത് ഈ പരീക്ഷണം നടക്കുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് പരീക്ഷണം നടന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഇമാതിരിയുള്ള ജെൻഡർ ഡിഫറൻസ്, എത്നിക് ഡിഫറൻസുകൾ ഇതെല്ലാം മരുന്നുകൾക്കും ഉണ്ടാകും. അത് കണ്ടുപിടിക്കുകയും ചെയ്യണമെങ്കിൽ മരുന്ന് പരീക്ഷണങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. ഒരുപാട് തരത്തിലുള്ള ഹീമോഫിലിയ ഇതിനൊക്കെയുള്ള പഠനങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല പുതിയ മരുന്നുകളൊക്കെ ജനീറിക് മറ്റേ ബയോളജിക്കൽസ് ഉണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് ബയോളജിക്കൽ മരുന്നുകളുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇതിനൊക്കെ ധാരാളം മരുന്നുണ്ട്. ഇതൊക്കെ ക്യാൻസറിനുണ്ട്. ഇതൊക്കെ വരുന്നത് പരീക്ഷണങ്ങൾ കൂടെ മാത്രം വരുന്നത്. ഇതെല്ലാം സമൂലമായിട്ടുള്ള പരിവർത്തനം ഈ ചികിത്സയിൽ നടക്കുന്നുണ്ട്. വളരെയധികം ഇത് സേഫ് ആകുന്നുണ്ട്. ക്യാൻസർ മാതിരിയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ക്യാൻസറുകൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനോ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനോ അല്ലെങ്കിൽ സർവൈവൽ കൂട്ടാനോ ഇപ്പോൾ സാധിക്കും. സാധിക്കുന്നത് ഈ പരീക്ഷണത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തെറ്റല്ല പരീക്ഷണത്തിന് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ ആരെങ്കിലും ഇത് തെറ്റാണെന്ന് പറയുമെന്ന്. മരുന്ന് പരീക്ഷണം എന്നുള്ളത് ഒരു എന്താ പറയുക കോൺസ്പിരസി തിയറിയിൽ വ്യാപരിക്കുന്നവരാണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻഫോംഡ് കൺസെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം. നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മരുന്ന് പരീക്ഷണത്തിന് എത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, കോവിഡ് വാക്സിൻ പരീക്ഷണം ചെയ്തുകൊണ്ടല്ലേ നന്നു. ലോകമെമ്പാടും ചെയ്തല്ലോ. എല്ലാ രാജ്യങ്ങളും ഇത് ചൈന ചെയ്തു, ഇന്ത്യ ചെയ്തു, റഷ്യ ചെയ്തു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയ്തു, യൂറോപ്പ് ചെയ്തു. അവരൊക്കെ കോവിഡ് വാക്സിൻ്റെ പരീക്ഷണങ്ങൾ കടന്നു വന്നിട്ടാണ്. അവർക്കൊന്നും വലിയ കുഴപ്പമുള്ളതായിട്ട് റിപ്പോർട്ട് വന്നില്ലല്ലോ. അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന റിപ്പോർട്ടൊക്കെ അതാത് സംഘടനകൾ, ഏജൻസികളൊക്കെ പൂർണ്ണമായിട്ട് പരിശോധിക്കുകയും അത് റിവ്യൂ ചെയ്യുകയും അതിൽ പലതും തെറ്റായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിപ്പോർട്ടുകളുള്ളതാണ്. അത് വളരെയധികം സുതാര്യമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്.